ഈ പറയുന്ന അന്വേഷണമൊന്നും എവിടെയൊന്നും എത്താൻ പോകുന്നില്ല. അടുത്ത 3 മാസത്തിനകം ലോക്സഭാ തെരഞ്ഞെടുപ്പ് തൊട്ട് മുമ്പ് ഇതിന് റിപ്പോർട്ട് വരും. ആൻറ്റിസിപ്പേറ്റ് ചെയ്യാം എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന ഇന്റർനെറ്റ് ബോർഡ് കണ്ടെത്തിയതുപോലെ ROC കണ്ടെത്തിയതുപോലെ ഗുരുതര ക്രമക്കേട് ഉണ്ടായി എന്ന് പറയും. അന്ന് ചർച്ച ചെയ്യും. അതിനുശേഷം അത് പിന്നെ വിസ്മൃതിയിലേക്ക് മറയും. അതിനുശേഷം ചിലപ്പം സെഫിയിലേക്ക് പോകുമായിരിക്കും. അതിനുശേഷം ചിലപ്പോൾ ED-യിലേക്ക് പോകുമായിരിക്കും. അത് കാലങ്ങൾ അങ്ങനെ എടുക്കും. അങ്ങനെ നാളെ നീണ്ടു പോകും. പക്ഷേ എം പ്രകാശൻ, ഞാൻ താങ്കളിലേക്ക് ചോദിച്ച ആദ്യ യോഗത്തിലേക്ക് തന്നെ പിന്നെയും എത്തുന്നു. ഈ വിഷയത്തിൽ മെയിൻ്റനൻസ് അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ എന്നൊക്കെയുള്ള മുട്ടാപ്പോക്കുകൾ പറയാതെ എന്തിനാണ് കരിമണൽ കർത്തായിൽ നിന്നും മുഖ്യമന്ത്രിയുടെ മകൾ 1.25 കോടി രൂപ വാങ്ങിയതെന്ന ചോദ്യം അപ്പോഴും മുഴക്കത്തോടെ അന്തരീക്ഷത്തിൽ നിൽക്കും. അത് CPM-നെ അലോസരപ്പെടുത്തുകയും ചെയ്യും. ആ ചോദ്യം മാത്രം CM പ്രകാശൻ പറഞ്ഞു പൂർത്തിയാക്കുള്ളൂ. അതിൽ നിങ്ങളെ പറ്റിയിട്ട് കമൻറ്റ് രേഖപ്പെടുത്തിയായിരിക്കും നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത്. കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകാരെ ആക്രമിക്കുന്ന ഒരു തരം സാഡിസ്റ്റ് സമീപനാണ് കേരളത്തിൽ 24 ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ സ്വീകരിക്കുന്നത്. ഇവിടെ ഇപ്പോൾ ഈ കേരളത്തിലെ പരിസ്ഥിതിയാകെ തന്നെ പാതാളത്തിലേക്ക് താഴ്ത്തിയിട്ടുള്ള ഈ CMR-ൽ നിന്ന് ഞാൻ പണം വാങ്ങിച്ചിട്ടുണ്ട് എന്ന് പറയുന്ന നേതാവുണ്ടല്ലോ കേരളത്തിൽ, രമേശ് ചെന്നിത്തല എന്ന് പറയുന്ന കേരളത്തിലെ മുൻ പ്രതിപക്ഷ നേതാവ്. നിങ്ങൾക്കത് ചർച്ച ചെയ്യാവുന്നില്ലല്ലോ. ഇപ്പോൾ നിങ്ങൾ കോടിയേരിയുടെ മകനെ സംബന്ധിച്ച് പറഞ്ഞു. എത്ര ദിവസക്കാലം ബിനീഷ് കോടിയേരി നിങ്ങൾ ആക്രമിച്ചു നിങ്ങളുടെ മാധ്യമം ഉപയോഗിച്ചുകൊണ്ട്? അദ്ദേഹം പോലീസിൽ കിടക്കുന്നത്, അദ്ദേഹം അവിടെ പോകുന്നത്, ഇവിടെ പോകുന്നത്. പിന്നീട് ആ കേസിനകത്ത് അദ്ദേഹം നിരപരാധിയാണ് എന്ന് തെളിഞ്ഞല്ലോ. കോടതി അദ്ദേഹത്തെ നിരപരാധിയാണെന്ന് പറഞ്ഞല്ലോ. നിങ്ങൾക്കത് വാർത്തയല്ലല്ലോ. അപ്പം നിങ്ങൾക്ക് അതാത് കാലത്ത് കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരെ എങ്ങനെയെങ്കിലും അപകീർത്തിപ്പെടുത്തുക, ആ മിനിമം പരിപാടിക്ക് വേണ്ടിയിട്ട് BJP കഥ ഉണ്ടാക്കുന്നു, കോൺഗ്രസ് പിന്തുണക്കുന്നു, നിങ്ങൾ അതിൽ കൂടെ നിൽക്കുന്നു. അതല്ലാതെ ഇതിനകത്ത് യാതൊരു കഥയുമില്ല. ഇതെല്ലാം ഭാവി കേരളം തിരിച്ചറിയും. നിങ്ങൾ കാണിക്കുന്ന ഈ അന്യായത്തിന് ഭാവി കേരളം നിങ്ങളോട് മറുപടി പറയുകയും ചെയ്യും. ഞങ്ങൾക്ക് അചേത സംശയമില്ല. ഊതിക്കാച്ചിയ പൊന്നുപോലെ ഈ കേരളത്തിലെ മുഖ്യമന്ത്രി ജനങ്ങളുടെ മുമ്പിൽ ഏറ്റവും തിളക്കമായി നിൽക്കുന്നതിൽ ഞങ്ങൾക്ക് യാതൊരു തർക്കവുമില്ല. ഇതൊന്നും കൊണ്ട് കേരളത്തിലെ ജനങ്ങളെ തിരിധരിപ്പിക്കാനാവില്ല. അങ്ങനെ ആവുമായിരുന്നെങ്കിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഇവിടെ LDF പരാജയപ്പെട്ട് പൂർണ്ണമായിട്ടും നശിച്ചു പോകേണ്ടതാണ്. എന്നാൽ കേരളത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഒരു ഗവൺമെൻറ്റിന് 2ാം ഊഴമുണ്ടായി. LDF-ന് വമ്പിച്ച ഭൂരിപക്ഷം വർദ്ധിച്ചു. അത് ജനങ്ങൾ നിങ്ങളെ എങ്ങനെ കാണുന്നു എന്നുള്ളതിന് സൂചനയാണ്. നിങ്ങളുടെ വിശ്വാസ്യത നിങ്ങൾ നഷ്ടപ്പെടുത്തരുത് എന്ന് ഞാൻ പറയുന്നു. പൊന്നാണെങ്കിലും അടുത്താൽ പോകുന്ന കരിഞ്ഞു പോകുന്ന സൂര്യനാണെങ്കിലും എന്തിനാണ് കരിമണൽ കർത്തായിൽ നിന്ന് മുഖ്യമന്ത്രിയുടെ മകൾ പണം വാങ്ങിയത്? ചോദ്യമല്ലേ മാഷ്? അതിനിപ്പോൾ എന്തൊക്കെ ആലങ്കാരികത പറഞ്ഞാലും എന്തൊക്കെ വിയോജിപ്പുകൾ വാടക്കാൻ നോക്കിയാലും അത് ചോദ്യമാണ്, മറുപടിയില്ലാത്ത ചോദ്യമാണ്. ആ മറുപടി കിട്ടുകയും വേണം. അതിനെ മറക്കാൻ ഇനി എന്ത് പറയാം, എന്തൊക്കെ സൈബർ വേട്ട നടത്താം, എന്തും നടത്താം. പക്ഷേ ചോദ്യവും ഉത്തരവും അവിടെ നിൽപ്പാണ്. രമേശ് ചെന്നിത്തല ആവട്ടെ, ശരി, രമേശ് ചെന്നിത്തല, ഉമ്മൻചാണ്ടി, കുഞ്ഞാലിക്കുട്ടി പണം വാങ്ങിയെന്ന് പറഞ്ഞാണ്, അവർ തന്നെ സമ്മതിച്ചാണ്. പറഞ്ഞാണ് കാശ് വാങ്ങിയെന്ന് അവർ തന്നെ പറഞ്ഞതാണ്. കാശ് വാങ്ങി നവർത്തനം. അപ്പൊ രമേശ് ചെന്നിത്തലയും ഉമ്മൻചാണ്ടിയും ഇബ്രാഹിം കുഞ്ഞും കുഞ്ഞാലിക്കുട്ടിയും പണം വാങ്ങിയാൽ മുഖ്യമന്ത്രിയുടെ മകൾക്ക് പണം വാങ്ങാമെന്നാണോ? എന്ത് ഇടതുപക്ഷ ന്യായമാണ് മാഷേ? TP എന്താണ്? ശരി, TP എന്താണ്? എന്ത് ഇടതുപക്ഷ ന്യായമാണ്? സംഭാവനയാണ്. അത് രണ്ടും വ്യത്യാസമുണ്ട്. അവര് വാങ്ങിച്ചത് സംഭാവനയാണ്, കൂലിയാണ്. എന്തിന്റെ കൂലി? ഞാൻ ആരുടെയും പേര് പറഞ്ഞിട്ടില്ല ഹാഷ്മി ഈ ചർച്ചയില്. രണ്ടാമത്തത്, നിങ്ങൾ ഇതൊക്കെ പറയുന്നത് കേന്ദ്രത്തിന്റെ വിഷയമാണല്ലോ ഹാഷ്മി. ഒറ്റ വിഷയം പ്രകാശ് മാഷും ഉണ്ടായിരിക്കാൻ പറയാം. പ്രകാശ് മാഷ് ഒറ്റ മിനിറ്റ്, എന്റെ അവസരമാണ്. പ്രകാശ് മാഷ് ഒറ്റ മിനിറ്റ്, ഒരു മിനിറ്റ്. പ്രകാശ് മാഷേ ഒരൊറ്റ അവസരം. പ്രകാശ് മാഷ് പ്ലീസ്. ഹാഷ്മി, കഴിഞ്ഞ ഡിസംബർ 8-ാം തീയതി കേരള ഹൈക്കോടതിയുടെ ഒരു വിധിയുണ്ട്. മാസപ്പടി കേസുമായി ബന്ധപ്പെട്ട് ഗിരീഷ് ബാബു കൊടുത്ത മൂവാറ്റുപുഴ കോടതിയിലെ കേസ് അമിക്കസ് ക്യൂറിയ നിശ്ചയിച്ച് സ്വയം കക്ഷി ചേർന്ന സുപ്രീം കോടതി പറഞ്ഞ ഒറ്റ വാക്ക് കാശ്മി, നിങ്ങൾ കേന്ദ്രത്തെയും കേസ് വെറുതെ ഉടായിപ്പാന്നൊക്കെ പറഞ്ഞോളൂ. എന്താ വാക്ക്? പ്രഥമ ദൃഷ്ട്യാ തെളിവുണ്ട്, സാക്ഷികളുണ്ട്, ഇത് മാസപ്പടിയാണ് എന്നതിന് കേരളത്തിലെ ജസ്റ്റിസ് ബാബു, കേന്ദ്ര ഏജൻസിയുടെ അന്വേഷണമൊക്കെ നിങ്ങൾ വെറുതെ വിടും. എന്താണ് കാശ്മി നിങ്ങളുടെ അഭിപ്രായം? ബാബു കഴിഞ്ഞ ഡിസംബർ 8-ന് ഇട്ട ഉത്തരവിൽ അന്വേഷണത്തിന്റെ ഫലമായിട്ട് വീണാ വിജയനും പിണറായി വിജയനും ബന്ധപ്പെട്ടവർക്കുമൊക്കെ കത്തയക്കാൻ ഉത്തരവിട്ടിരിക്കുന്നു. എന്താണ് അഭിപ്രായം? അല്ല, അന്വേഷണം അതിന്റെ വഴിക്ക് നടക്കട്ടെ. അന്വേഷണം ഇപ്പൊ സ്വർണ്ണക്കടത്ത് 2020 ജൂലൈയിൽ സംഭവിച്ചാണ്, എന്തെത്തിയോ? അപ്പൊ അന്വേഷണം എവിടെങ്കിലും ഒക്കെ എത്തട്ടെ. പക്ഷെ അന്വേഷണം എവിടെ എത്തിയാലും ഏത് കേന്ദ്ര ഏജൻസി വന്നാലും ഏത് സമയം എങ്ങോട്ടേക്ക് വെച്ചാലും ഒരു ചോദ്യം കേരളത്തിന്റെ മുന്നിൽ നിൽപ്പാണ്. അത് കേരളത്തിലെ LDF സർക്കാരിന്റെ ഇടതു മന്ത്രിസഭയിലെ കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിയുടെ പരിസ്ഥിതി മന്ത്രിയുടെ മകൾ എന്തിനാണ് കരിമണൽ കർത്തായിൽ നിന്നും 1.25 കോടി രൂപ ചെയ്യാത്ത പണിക്ക് ശമ്പളം വാങ്ങിയത്, കൂലി വാങ്ങിയത്? ആ ചോദ്യത്തിന് മറുപടി വേണം പ്രകാശ് മാഷ്. അതിനിപ്പോ എന്താലങ്കാരികതകളും എന്ത് വിയോജിപ്പുകളും എന്താരോപണം ഉന്നയിച്ചാലും ആ ചോദ്യമുണ്ട്,
മറുപടി ഇല്ലാത്തിടത്തോളം കാലം ആ ചോദ്യം സജീവമായി നിൽക്കും. ഇതിന്റെ ആകെ ടേക്കവേ എപ്പോ ഇതിന്റെ ആകെ ടേക്കവേ ഇത് ഏത് കേന്ദ്ര ഏജൻസി അന്വേഷിച്ചാലും എപ്പോഴും മറുപടി ഇല്ലെങ്കിൽ നിൽക്കാൻ പോകുന്ന ഉത്തരം എന്തിനാണ് കരിമണൽ കർത്തായിരുന്ന മുഖ്യമന്ത്രിയുടെ മകൾ ചെയ്യാത്ത ജോലിക്ക് ശമ്പളം വാങ്ങിയത്? ഉത്തരമുണ്ടോ എന്നതാണ് ചോദ്യം. ഉത്തരമില്ല എന്നുള്ളതാണ് ഇതുവരെയുള്ള അനുഭവം. ഇതോടെ എൻകൗണ്ടർ പൂർണ്ണമാകുന്നു. ഇനി ന്യൂസ് സൂപ്പർ ഫാസ്റ്റ് ആണ്. സ്മിത ഹരിദാസ്. ശരി.